ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം പ്രസ് ക്ലബ്ബ് രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിൽ ഒരു പക്ഷേ മറ്റേതൊരു സ്ഥാപനത്തെക്കാളും പാർട്ടി കഴിഞ്ഞ് എനിക്ക് ആത്മബന്ധമുള്ളൊരിടമാണ്. ആദ്യമൊക്കെ അകലെ നിന്ന് നോക്കിക്കണ്ടതാണ്. 87 ലെസൺ വനിതാ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ പ്രസ് ക്ലബ്ബിൽ ഇതുപോലുള്ള ഡിബേറ്റുകളും പത്രസമ്മേളനങ്ങളും ഒക്കെ നടത്താൻ വരുമ്പോൾ ഈ വാതിലിനപ്പുറം അവരുടെ എന്താണ് എന്ന് വളരെ കൗതുകത്തോടുകൂടി പഠിക്കാനും കാണാനും അവരൊപ്പം വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി ആയതിനു ശേഷം KSU പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ കൂട്ടത്തിൽ ഇവിടെ വന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ആകുമ്പോഴേക്കുമൊക്കെ അത്യാവശ്യം എല്ലാവരുമായിട്ടും നല്ല ബന്ധമായി. KSU കാലത്ത് തന്നെ ബന്ധമായി. പിന്നീട് അക്കാലത്തൊക്കെ പത്രപ്രസ്ഥാനമൊക്കെ കൊടുക്കുന്നത് ഞങ്ങളെല്ലാം നേരിട്ട് പത്ര ഓഫീസുകളിൽ പോയാണ്. മനോരമയുടെയും മാതൃഭൂമിയുടെയും കേരള കൗമുദിയുടെയും അതുപോലെ മാധ്യമത്തിൻ്റെയും എല്ലാ പത്രങ്ങൾ, ദീപിക, എല്ലാ പത്രങ്ങളുടെയും KSUവിൻ്റെ യൂണിറ്റ് സമ്മേളനം നടന്നാൽ പോലും ഞങ്ങൾ എഴുതി ഞങ്ങൾ നേരിട്ടാണ്. അതൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതനുസരിച്ച് തലമുറ കൈമാറി വന്ന് ഞങ്ങൾ അങ്ങനെ പത്ര ഓഫീസുകളായി നേരിട്ടായിരുന്നു അന്ന് ബന്ധം. നേതാക്കന്മാർ വരുമ്പോൾ മാത്രമാണ് പ്രസ് ക്ലബ്ബിലേക്ക് വരുന്നത്. പിന്നീട് പ്രസ് ക്ലബിൻ്റെ വിവിധ ചടങ്ങുകളിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ നമ്മൾ അറിഞ്ഞാൽ ഇവിടെ എത്തും. ശരിക്കും പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആയതിന് ശേഷമാണ് ഇതുപോലെയുള്ള പത്രസമ്മേളനങ്ങളും അതിനുമുമ്പ് കോൺഗ്രസ്സൊക്കെ ആയിരുന്നപ്പോൾ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിരന്തരമായി പ്രസ് ക്ലബ്ബുമായി ഔദ്യോഗികമായി ബന്ധം തുടങ്ങിയത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ്. പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായപ്പോൾ അത് കൂടുതൽ തുടർന്നു. തീർച്ചയായും ഞാനെന്ന രാഷ്ട്രീയ പ്രവർത്തകയെ മോൾഡ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഇടമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ്. ഇവിടെ നിന്ന് നിങ്ങളിൽ പലരും പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളും നടത്തിയ വിമർശനങ്ങളും ഇതെല്ലാമാണ് രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ എന്നെ കരുത്തുറ്റ ഒരാളാക്കി മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ള പൊക്കിൽക്കൊടി ബന്ധം എനിക്കിവിടവുമായും ഉണ്ട്. തീർച്ചയായും വകുപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ കൊല്ലം പ്രസ് ക്ലബിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ തുടർന്ന് അങ്ങോട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കൊല്ലം പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് ശ്രീ ജയകൃഷ്ണനും ശ്രീ സനലും പ്രിയപ്പെട്ട കണ്ണനും വൈസ് പ്രസിഡൻ്റിലെ കണ്ണനും ഉൾപ്പെടെയുള്ള പ്രസ് ക്ലബ് ഭാരവാഹികളോട് എന്നെ ഇതിന് ക്ഷണിച്ചുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായ നിയമപരവും ഔദ്യോഗികവുമായ പ്രശ്നങ്ങളുള്ള സമയത്താണ് തൊഴിൽ വകുപ്പിൻ്റെ ചുമതല ലഭിക്കുന്നത്. നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. മുൻപ് തൊഴിൽ വകുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളി അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു വകുപ്പായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൊഴിൽ നിയമങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു 4 കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റിങ് സമയമാണിപ്പോൾ. കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. കേരള സർക്കാർ അതിനുള്ള ചട്ടങ്ങൾ നിർമ്മിക്കുന്ന ആ പണിപ്പുരയിലാണ്. അപ്പോൾ ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ കഴിഞ്ഞ 5-6 വർഷമായി ഉന്നയിക്കുന്ന വലിയ പ്രതിഷേധമാണ് നമ്മളെല്ലാവരും ഈ ലേബർ കോഡിനെതിരായിട്ട് തൊഴിലാളി സംഘടനകൾ ബന്ധടക്കം നടത്തി ശക്തമായ രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റിങ് റൂൾസ് ഫ്രെയിം ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആധികാരികമായ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ വകുപ്പിൻ്റെ കീഴിൽ കുറേ സബ്സിഡിയറി വകുപ്പുകളുണ്ട്. അത് ഒഡേപ്പക്കടക്കം മറ്റൊത്തിരി വകുപ്പുകളുണ്ട്. അത്തരം കാര്യങ്ങൾ അതും ഒരു ജനറലായിട്ടൊരു ഔട്ട്ലൈൻ മാത്രമേ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി വിശദമായി അതത് വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ജനോപകാരപ്രദമായി എങ്ങനെ ഈ വകുപ്പുകളെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച് തൊട്ടടുത്ത ദിവസങ്ങൾ മീറ്റിംഗ് നടന്നുണ്ട്. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിലുണ്ടായ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ചുള്ള പ്ലാന്റേഷനുണ്ട് നമുക്ക് ഇതിൻ്റെ കീഴിൽ. പ്ലാന്റേഷനിലെ ലയങ്ങളിലെ തൊഴിലാളികൾ, അത് ഇടുക്കിയിലായാലും ഇവിടെ നമ്മുടെ നാട്ടിലായാലും ഒക്കെ തന്നെ അവിടെയൊക്കെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശോചനീയ അവസ്ഥയിലാണ് അവിടെയൊക്കെ തൊഴിലാളികൾ താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷനോടുകൂടി ചെയ്യണം. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അവരുടെയൊക്കെ താമസ സ്ഥലവും
അവരുടെയൊക്കെ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും തൊഴിൽ വകുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലൊരു നല്ല തൊഴിൽ സംസ്കാരം, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു ഭാഗത്ത് തൊഴിൽ സംസ്കാരത്തിന് പ്രാധാന്യം, അതേസമയം തന്നെ വിമുഖം എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ ഉന്നമനം, സുരക്ഷിതത്വം, ജോലി സുരക്ഷയും അല്ലാതെയുള്ള സുരക്ഷയും ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തൊഴിലിലെ വൈവിധ്യങ്ങൾ, കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, ലോകമെമ്പാടും എല്ലാ മേഖലകളും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യത്യസ്തവും നൂതനവുമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ആ ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളെ എത്രത്തോളം നമ്മുടെ നാടിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉൾപ്പെടുത്താം, ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ച് അത്തരം സാധ്യതകൾ, വൈവിധ്യങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. സ്കിൽഡ് ലേബറേഴ്സ് അടക്കമുള്ള തൊഴിൽ സാധ്യതകൾ, ആവശ്യക്കാരുണ്ട്. ഈ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ തൊഴിൽ വകുപ്പിനകത്ത് നിന്ന് ചെയ്യാവുന്നത് എന്തൊക്കെയാണോ അതിന് പരമപ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂതനമായ സംരംഭങ്ങളടക്കം ആലോചിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്ക് പരമാവധി തൊഴിൽ കൊടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നിർത്താൻ, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള തൊഴിൽ വേറെ, അല്ലാതുള്ള നമ്മുടെ വകുപ്പിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അത്തരം ടോൾ ഫ്രീ നമ്പർ അടക്കം തൊഴിൽ മേളകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു തൊഴിൽ വകുപ്പായി എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്നൊരു തൊഴിൽ, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ചതും വളർന്നതും ഒരു തൊഴിലാളി കുടുംബത്തിലാണ്. ഞാൻ ഇന്നും ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും എന്നെ ഏറ്റവും കൂടുതൽ നയിക്കുന്നതും തൊഴിലാളികളുടെ വികാരം തന്നെയാണ്. അപ്പോൾ അറിയാതെ തന്നെ അത്തരം ഒരു വകുപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ അത് ഏറ്റവും ഭംഗിയായി എൻ്റെ അച്ഛനെയും അമ്മയും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും തൊഴിൽ വകുപ്പിൽ ഞാൻ ആവിഷ്കരിക്കുന്ന ഓരോ പദ്ധതികളും പരിപാടികളും. ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു ഭരണകൂടം ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ അത് ബാധിക്കുമല്ലോ. ആ ആളുകളിൽ ഏറ്റവും താഴത്തെ ആളിന് അതെങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ട് ആ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കണം. അത് തന്നെയാണ് എൻ്റെയും ജീവിത ലക്ഷ്യം. രണ്ടാമതായി മൃഗസംരക്ഷണവും അതുപോലെ ക്ഷീര വികസന വകുപ്പും അതിൻ്റെ യൂണിവേഴ്സിറ്റിയും അടക്കമുള്ള കുറേ ആ വകുപ്പിൽ വരുന്ന ഇതുണ്ട്. മലയാളികൾക്ക് മറ്റെന്തിനേക്കാൾ പ്രിയപ്പെട്ടതാണ് കേരളം കണി കണ്ടുണരുന്ന നന്മയാണ്. അത് നല്ല രീതിയിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. പുറത്തുനിന്നും പാലൊക്കെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതിൽ പലപ്പോഴും നമ്മൾ പത്രവാർത്തകളിലൂടെ അറിഞ്ഞിട്ടുള്ളത് വിഷാംശങ്ങളടക്കമുള്ള പാലുകളടക്കം വരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം കൂട്ടുവാനുള്ള, ഇപ്പോൾ ഉൽപ്പാദനം കൂട്ടുന്നതിന് തടസ്സമായിട്ടുള്ളത് ശരിക്കും നമുക്കറിയാം കാലിത്തീറ്റയുടെ വിലവർധനവടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അത്ഭുതം എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വകുപ്പ് കിട്ടി ഗസറ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള മിനിറ്റുകളിലാണ് പാൽവില കൂട്ടി എന്ന് പറഞ്ഞ് വാർത്ത വരുന്നത്. ഈ ചില വിദ്വാൻമാരൊക്കെ അത് പുതിയ മന്ത്രിസഭ അതേ പാല് വില കൂട്ടി എന്നും പറഞ്ഞ്, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ എങ്കിൽ ട്വിസ്റ്റിന് ശ്രമിച്ച് എന്തായാലും മലയാളികൾക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യമുള്ളതായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അധികാരത്തിൽ വന്ന ഉടനെ ഇത് കൂട്ടിയെന്നും പറഞ്ഞ് എന്നിട്ട് ശ്രമിക്കുന്നു, സോഷ്യൽ മീഡിയയിലടക്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി, ഇത് കേട്ടപ്പം ഒരു വിഷമം തോന്നുമല്ല, അങ്ങനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പം ക്ഷീര കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. 3 രൂപ, ഈ 4 രൂപ കൂട്ടിയതിൽ 3 രൂപ 35 പൈസയും ക്ഷീര കർഷകർക്കുള്ളതാണ്. കുറച്ച് പണം സൊസൈറ്റിക്കുള്ളതും ബാക്കി മാത്രമാണ് അല്ലാതെ പോകുന്നത്. അപ്പോൾ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പറ്റില്ല, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വ്യവസായത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് പാൽവില കൂട്ടി ക്ഷീര കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അവിടെയും വൈവിധ്യവൽക്കരണവും പുതുസാധ്യതകളുടെ പ്രയോജനപ്പെടുത്തി ക്ഷീര കർഷകരെ സഹായിക്കാനുള്ള നൂതനമായ സാഹചര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്നൊന്നും ഞാൻ അടക്കമുള്ള സാധാരണക്കാർക്ക് പാല് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ 4 രൂപ കൂടും, 1 ലിറ്ററിന് 4 രൂപ കൂടുമെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഡെയിലി ലൈഫിന്. കാരണം നമ്മളിൽ പലരും സാധാരണക്കാരും സാധാരണ ഇടത്തരക്കാരും ഒക്കെയാണ്. അവർക്കിത് ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആ വകുപ്പിൽ ആലോചിക്കുന്നുണ്ട്.